IAS തലപ്പത്തെ പോരിൽ നിർണായകമായ ഒരു രേഖ 24 ലഭിച്ചു. തർക്കത്തിന് കാരണമായ ഉന്നതിയുടെ ഫയലുകൾ ചുമതലക്കാരനായ കെ ഗോപാലകൃഷ്ണന് കൈമാറിയതിന് തെളിവുകൾ ഉണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിൻ്റെ ഓഫീസിൽ നിന്ന് ഫയൽ കൈമാറിയതിൻ്റെ രേഖ 24 പുറത്തുവിടുകയാണ്. ഫയലുകൾ കൈമാറിയത് ഇക്കഴിഞ്ഞ മെയ് മാസം 14-ാം തീയതി. ഇതേ ഫയലുകൾ കാണാനില്ലെന്ന് ഡോക്ടർ ജയതിലക് റിപ്പോർട്ട് നൽകിയത് ഓഗസ്റ്റ് മാസത്തിൽ. 24 എക്സ്ക്ലൂസീവ്. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷബീദ്, യഥാർത്ഥത്തിൽ ഈ രേഖ നമ്മളോട് വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യം എന്താണ്? ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് രാവിലെയും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരു വിവാദത്തിന് രണ്ട് ഭാഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതുവരെയും സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകിയ വിവരങ്ങൾ മാത്രമായിരുന്നു ലഭിച്ചത്. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് നിർണായകമായിട്ടുള്ള ഈ രേഖ ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. ഈ പട്ടികജാതി വർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും വിവിധ പദ്ധതികൾ നിർവഹണത്തിനുമായി രൂപവൽക്കരിച്ച ഉന്നതിയിലെ ഫയലുകൾ കാണാനില്ല. ഉന്നതിയുടെ സാമ്പത്തിക ഇടപാടുകൾ, പദ്ധതി നിർവഹണം, പരിശീലനം, വിദേശ പഠനം എന്നിവ സംബന്ധിച്ചുള്ള രേഖകൾ, കരാറുകൾ, ധാരണാപത്രങ്ങൾ എന്നിവയടക്കമുള്ള കാര്യങ്ങൾ കാണാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും മുൻ CEO ആയിട്ടുള്ള N പ്രശാന്തിനെതിരെ ചില വിവരങ്ങൾ കൈമാറിയെന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രേഖ, ആ രേഖയിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആ രേഖയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വിവരം, അതിൽ ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 14/5/2024, അതായത് 2024 മെയ് മാസം 14-ാം തീയതി വകുപ്പ് മന്ത്രിയുടെ പക്കൽ നിന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക ഉന്നതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ശേഖരിച്ചു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഈ ഉത്തരവ് വ്യക്തമാക്കുന്ന കാര്യം. അതിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് ഓൾ ദ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ഉന്നതി വിച്ച് വെയർ ഇൻ പൊസഷൻ ഓഫ് ദ ഫോമർ CEO, അതായത് മുൻ CEOയിൽ നിന്ന് കൈപ്പറ്റി ഓഫ് ഉന്നതി ഹാസ് ബീൻ ഹാൻഡഡ് ഓവർ ടു ദ ഹോണബിൾ മിനിസ്റ്റർ, അതായത് വകുപ്പ് മന്ത്രിയിൽ നിന്ന് ആ രേഖകളൊക്കെ കൈമാറി. ഇതേ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും ഈ രേഖകൾ ഉന്നതിയുടെ പുതിയ CEO ആയിട്ടുള്ള കെ ഗോപാലകൃഷ്ണന് കൈമാറി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രേഖകൾ. അപ്പോൾ N പ്രശാന്തിനും ഒരു സ്റ്റാൻഡ് ഉണ്ട് ഈ വിഷയത്തിൽ എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ രേഖകൾ. അതിലും സുപ്രധാനമായ ചില വിവരങ്ങൾ കൂടി നമുക്ക് ഈ വിഷയത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. രേഖകൾ കാണാനില്ല എന്ന റിപ്പോർട്ട് ജയതിലക് സമർപ്പിക്കുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലാണ്. ഈ നവംബറിൽ, ഈ മാസം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പത്രം, ഒരു മാധ്യമ സ്ഥാപനമാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവിടുന്നത്. ഈ മാധ്യമ സ്ഥാപനവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപം അത് N പ്രശാന്ത് സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെക്കുകയും പിന്നീട് അതൊരു പരസ്യപ്പോരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ രേഖകൾ, അത് സർക്കാരിൻ്റെ രേഖകളാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ രേഖകൾ റിസീവ് ചെയ്തു എന്ന് പറയുന്ന രേഖകളാണ് എന്ന ഉത്തരവാണ്. ആ ഉത്തരവിലടക്കം പറയുന്നത് ഉന്നതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ജയതിലക് സ്വീകരിച്ചു. അതിനുശേഷം അത് പുതിയ CEO ആയിട്ടുള്ള കെ ഗോപാലകൃഷ്ണന് കൈമാറി. അത് മുഴുവൻ ഫയലുകളും എന്ന ഈ രേഖയിൽ അടിവരയിട്ട് പറയുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ വിഷയം IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോരിലേക്ക് നയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ നടപടി എന്നൊക്കെയുള്ള വിവരങ്ങൾ, സൂചനകളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും എന്താണ് ഈ വിവാദത്തിൽ നടന്നത് എന്നുള്ള കാര്യം വളരെ ഗൗരവത്തിൽ പരിശോധിക്കുകയാണ്. ഇന്ന് അല്പസമയം മുൻപ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിഷയം വിശദമായി പരിശോധിച്ച ശേഷം മാത്രം നടപടി. ഏതെങ്കിലും തരത്തിൽ ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും ജയതിലക് സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ സ്വാഭാവികമായും അതും അന്വേഷണ പരിധിയിൽ വരും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള IAS തലപ്പത്തെ പോര് സംബന്ധിച്ച എന്താണ് നടന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അത് വ്യക്തമാക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഇന്നും N പ്രശാന്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടു. അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിലും തൻ്റെ പോരാട്ടം തുടരും, ചില കളകൾ, അത് ലൂസിഫർ സിനിമയിലെ ഒരു ഡയലോഗ് കടമെടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങിയത് തന്നെ. അദ്ദേഹം അക്കാര്യത്തിൽ പറഞ്ഞത് കർഷകനാണ് കളപറിക്കാൻ ഇറങ്ങിയത്. അത് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരസ്യമൊക്കെ ഷെയർ ചെയ്താണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം ചില സൂചനകൾ അക്കാര്യത്തിൽ നൽകുന്നു എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് നിർണായകമാകും. അങ്ങനെ കൈമാറി, മുഴുവൻ ഫയലുകളും കൈമാറിയെന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ജയതിലക് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താങ്ക് യു ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.